ഹലോ, ട്രാവൽ ആൻഡ് ടേസ്റ്റി വെച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോവുകയാണ്, നമ്മൾ മീററ്റിക്ക് പോവുകയാണ്. അപ്പോൾ ഷൊർണൂരിൽ നിന്നാണ് കയറുന്നത്. ലിയോ ബേബി എല്ലാവർക്കും ടാറ്റ ബേബി എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയാണ് കണ്ണേണ്ട. അച്ഛനും വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടില്ല. ലിയോ ബേബി അതിൽ പിന്നെ ഓടിക്കളിയാണ്. ട്രെയിനിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് ബാഗെല്ലാം കൊണ്ടുവച്ചു. രാജധാനിക്കാണ് പോകുന്നത്. രാത്രി 9 മണിക്കാണ്. അത്രയും നാൾ കൂടി ഇങ്ങോട്ട് പെട്ടെന്ന് പോകുമ്പോൾ സങ്കടമാണല്ലോ. അപ്പോൾ രണ്ടുപേരും ദയനീയമായിട്ട് നോക്കി കാണാൻ നമ്മൾ കയറി ബാഗെല്ലാം സെറ്റ് ചെയ്തു. എല്ലാവരും ഓക്കെയാണ്. അയച്ചിട്ടാണ് കരുതി, അതുകൊണ്ട് വേഗം കിടന്നു. ലിയോ ബേബിയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ആയി എനിക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. ലിയോ ബേബി കണ്ടുകൊണ്ട് നല്ല ഉറക്കമാണ്. കേരളം വിട്ടപ്പോൾ പോലെ നല്ല മഴയായിരുന്നു. ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ലിയോ ബേബി എണീറ്റു. ലിയോ ബേബി ഇങ്ങനെ ആടിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു പത്രമൊക്കെ കൊണ്ടുത്തന്നു. പത്രം നമ്മൾ നോക്കിയിട്ട് അവിടെ ജസ്റ്റ് വെച്ചു. അടുത്തായിട്ട് നമുക്ക് ഒരു ബിസ്ക്കറ്റും ചായയും കൊണ്ടുത്തന്നവർ. എന്നാൽ പോയി പല്ലി വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പപ്പയും മോനും കൂടെ ചായ കുടിച്ചു. അരമണിക്കൂറായപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നമ്മൾ നോൺ വെജ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമുക്ക് ബ്രെഡ് ഓംലേറ്റും ഫ്രൂട്ടിയൊക്കെ ആയിരുന്നു വന്നത്. 2 ബ്രെഡ് സെപ്പറേറ്റ്, പിന്നെ ഒരു ഓംലേറ്റും അതിൻ്റെ ഉള്ളിൽ ക്യാരറ്റും ഗ്രീൻ പീസും ഉണ്ടായിരുന്നു. പിന്നെ സോസും ബട്ടറും ഉണ്ടായിരുന്നു. ചായയും വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിച്ച് പപ്പയും മോനും കൂടെ അവിടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. കണ്ണേണ്ണ ഉറങ്ങാൻ നോക്കിയപ്പോൾ കണ്ണേണ്ണ ഉറക്കാതിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന സമയം പോയി അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് വന്നു. നോൺ വെജ് താലി ആയിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കുള്ളതേ ഉള്ളൂ. ഞാൻ ലിയോ ബേബിക്കുള്ളത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറ്, ദാൽ കറി, ചിക്കൻ കറി, 2 ചപ്പാത്തി, പായസം, സബ്ജി, തൈര്, അച്ചാറും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കാഴ്ചകൾ കാണാൻ തുടങ്ങി. ഇതന്നെ പണി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് ചായയും സ്നാക്സൊക്കെ വന്നു കേട്ടോ. കച്ചൂരി, സാൻഡ്വിച്ചും മിക്സറും സോനപ്പപ്പിടിയും ആയിരുന്നു വന്നത്. പിന്നെ ഫ്ലാസ്കിൽ അവർ വെള്ളം കൊണ്ടുതരും. അത് നമ്മൾ പാൽപ്പൊടിയും ഷുഗറും ടിബാഗൊക്കെ ഇട്ട് മിക്സ് ചായ ആക്കണം. മഹാരാഷ്ട്ര തുടങ്ങിയപ്പോൾ തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു വെള്ളച്ചാട്ടം കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല എനിക്ക്. നമ്മുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെ വേറൊരു ചെറിയ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവങ്ങളിൽ ഏത് നേരം ലിയോ ബേബി എടുത്ത് വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തടുത്തായിട്ട് നിറയെ വലിയ വലിയ ബിൽഡിങ്ങുകളായിരുന്നു. അങ്ങനെ ലേറ്റ് ഇട്ടാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഫുഡ് വന്ന് വിശപ്പ് കാരണം വേഗം ഫുഡെടുത്ത് കഴിച്ചു. ഉച്ചയ്ക്ക് വന്ന പോലെ തന്നെ സെയിം ആയിരുന്നു. സബ്ജി വ്യത്യാസം ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം വന്ന ലിയോബേബിനെ കാണിക്കാതെ ഞങ്ങളിരുന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പയ്യെ എല്ലാവരും കിടന്നു തുടങ്ങിയായിരുന്നു. നേരം അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. അവിടെ ഇരുന്ന് ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പിന്നെ വേസ്റ്റ് എടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ആൾ വന്നു. എല്ലാം പ്രോപ്പറായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിരുന്നു. അങ്ങനെ എല്ലാവരും കിടന്നു. ലിയോ ബേബിയും കിടക്കാൻ പോകണം. അപ്പോൾ എനിക്ക് നിറയെ ഉമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ബാക്കി യാത്ര വേറൊരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.